ഭാരത് ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് വേണമെന്നാണ് ആദ്യം ഞാൻ ലോക്സഭയിൽ ആവശ്യപ്പെട്ടത്. കേരളത്തിലേക്ക് 2 വന്ദേ ഭാരത് അനുവദിച്ചപ്പോൾ മൂന്നാമത് പാലക്കാടായിരിക്കണം ഏറ്റവും പൊട്ടൻഷ്യലുള്ള, ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള, അതുപോലെ ഭരണ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ആശുപത്രി കേസുകളും ഇതുപോലെ ഒരുപാട് ആവശ്യങ്ങളുള്ളവർക്ക് അവരുടെ ഏറ്റവും വലിയ ഡിമാൻഡാണ് പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു വന്ദേ ഭാരത് ട്രെയിൻ എന്നുള്ളത്. അത് പരിഗണിക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ, നടന്നിട്ടില്ല. അപ്പോഴാണ് ഒരു പരീക്ഷണ ഓട്ടം ബാംഗ്ലൂർ ടു കൊച്ചി പുതിയൊരു വന്ദേ ഭാരതിൻ്റെ നിർദ്ദേശം വരികയും അത് പരീക്ഷണ ഓട്ടം നടത്തുകയൊക്കെ ചെയ്തതാണ്. പിന്നീട് അങ്ങനെ വീണ്ടും സ്റ്റക്കായി പോയപ്പോൾ എല്ലാവരും ആശങ്കയിലായി. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള റൂട്ടാണ്, യാത്രക്കാരുള്ള റൂട്ടാണ്. ഇപ്പം നിലവിലുള്ള ബാംഗ്ലൂർ ട്രെയിനുകളെല്ലാം 100% യാത്രക്കാരുമായിട്ടാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നത് ബാംഗ്ലൂരിലേക്കാണ്, തൊട്ടടുത്ത സ്റ്റേറ്റ്. നേരത്തെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾക്ക്, ഒരുപാട് ജോലി ചെയ്യുന്നവർക്ക്, ബിസിനസ് പേഴ്സൺസിന്, എല്ലാവർക്കും അതുപോലെ തന്നെയാണ് ചികിത്സാ സൗകര്യത്തിന് ബാംഗ്ലൂരിലേക്ക് ഒരു പ്രധാനപ്പെട്ട ആശുപത്രി ഉള്ളത് നിങ്ങൾക്കറിയാം. ഒട്ടനവധി യാത്രക്കാരാണ് സ്വകാര്യ ബസ്സുകളെ അതുപോലെ അസമയത്തൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി ഈ പാലക്കാട് നിന്നും പരിസര പ്രദേശത്തു നിന്നുള്ളത്. ഇപ്പോൾ ദീർഘകാലത്തെ ഒരാഗ്രഹമായിരുന്നു ഇവിടെ നിന്നും ഒരു പുതിയൊരു ബാംഗ്ലൂർ ട്രെയിൻ എന്നുള്ളത്. അത് വന്ദേ ഭാരത് ലഭിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. എത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ 8 മണിക്കൂറിൽ താഴെ എറണാകുളത്ത് നിന്നും നമുക്ക് ബാംഗ്ലൂരിലെത്താൻ കഴിയുക. ഇതൊക്കെ ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു നേട്ടമാണ്. തീർച്ചയായിട്ടും പാലക്കാടിലൂടെ ബാംഗ്ലൂർ കൊച്ചി വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ച കേന്ദ്ര ഗവൺമെൻറ്റിനെയും റെയിൽവേ മന്ത്രാലയത്തിനെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. വികസന പ്രവർത്തനം വരുമ്പോൾ 2 കൈയും നീട്ടി സ്വീകരിക്കണം. അത് ഏത് ഗവൺമെൻറ് എന്നോ ഏത് പാർട്ടി എന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്ക് അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുക, നാടിൻ്റെ പുരോഗതിയും വികസനവും നടപ്പിലാക്കുക. ഇപ്പോൾ റെയിൽവേയുടെയും അത്യാധുനികമായിട്ടുള്ള ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ട്രെയിൻ കൂടെ നമുക്ക് കേരളത്തിലേക്ക് ലഭിക്കുകയാണ്. പകുതിയാണ് കേരളത്തിലുള്ളൂ, പകുതി തമിഴ്നാടും പിന്നെ കർണാടകയാണെങ്കിൽ പോലും നമ്മുടെ റെയിൽവേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനത് എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയോദ്ഗ്രഥനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ സ്വാധീനമുള്ളത് റെയിൽവേക്കാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് എത്രയോ മുമ്പ് നൂറ്റാണ്ടിൻ്റെ ചരിത്രം റെയിൽവേക്കുണ്ട്. ഈ റെയിൽവേ എന്ന് പറയുന്നത് നമ്മുടെ ദേശീയോദ്ഗ്രഥനത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. കാരണം വ്യത്യസ്തമായ ഭാഷകളും വ്യത്യസ്തമായ സംസ്കാരങ്ങളും മതങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള നമ്മുടെ രാജ്യത്തെ കോർത്തിണക്കുന്നതിൽ ജാതി മത വ്യത്യാസമില്ലാതെ, ഭാഷാ വ്യത്യാസമില്ലാതെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചുമന്നു കൊണ്ടുപോകുന്നത് ആരാ? റെയിൽവേയാണ്. കാലങ്ങളായിട്ട്. പിന്നീടാണ് മറ്റ് സൗകര്യങ്ങളൊക്കെ വരുന്നത്, ഇൻ്റർസിറ്റി ബസ് വരുന്നത്, വിമാനം വരുന്നതൊക്കെ പിന്നീട് ജനകീയമായി അവരെല്ലാം പ്രവൃത്തി ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തെ മുഴുവൻ കാണാനും ഉള്ളുകൊണ്ടറിയാനും റെയിൽവേയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഏറ്റവും സുഖം. വിമാനത്തിൽ യാത്ര ചെയ്താൽ നാട് കാണില്ല. അപ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര ചെയ്യാൻ ഈ രാജ്യത്തിൻ്റെ വടക്കും തെക്കും പടിഞ്ഞാറും കിഴക്കും ഒക്കെ യാത്ര ചെയ്യാൻ ഇത്ര വേറെ വലിയൊരു ശൃംഖല വേറെയില്ല. അപ്പോൾ രാജ്യത്തെ ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ, രാജ്യത്തിൻ്റെ ഐക്യം അഖണ്ഡതയും നിലനിർത്തുന്നതിൽ ഇന്നും മുഖമുദ്രയായി പ്രവർത്തിക്കുന്നത് റെയിൽവേയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് 2-3 സ്റ്റേറ്റിലൂടെയുള്ള ഒരു ട്രെയിനാണ് വന്ദേ ഭാരത് ഇവിടെ ലഭിക്കുന്നത്, ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് ശൃംഖലകൾ റെയിൽവേക്ക് സ്വന്തമായിട്ട്, ലോകത്തിലെ തന്നെ അതിശക്തമായ റെയിൽവേ ശൃംഖലയുള്ള ഒരു രാജ്യം, കോടിക്കണക്കിന് ജനങ്ങളുടെ യാത്രയിലും അവരുടെ നിത്യജീവിതത്തിലും മുഖ്യ പങ്ക് വഹിക്കുന്ന റെയിൽവേ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. നമുക്കറിയാം, റെയിൽവേയിൽ ആധുനികമായിട്ടുള്ള ഒരുപാട് വികസനങ്ങൾ വരികയാണ്. കാലഘട്ടത്തിനനുസരിച്ചുള്ള വികസനം തീർച്ചയായിട്ടും വരണം. ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത ഈ സാഹചര്യത്തിൽ
തീർച്ചയായിട്ടും ഇതുപോലുള്ള വന്ദേ ഭാരത് ട്രെയിൻ നമുക്ക് വലിയൊരു ആശ്വാസമാണ്. വളരെ സുഖപ്രദമായ സുരക്ഷിതമായ യാത്രയാണ് വന്ദേ ഭാരത് പ്രദാനം ചെയ്യുന്നത്. എൻ്റെ ഓർമ്മയിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി റെയിൽവേയിൽ ഫുള്ളായിട്ട് എയർ കണ്ടീഷൻ ചെയ്ത ട്രെയിൻ വരുന്നത്. അത് കാണാൻ വേണ്ടി എത്ര ആളുകളാണെന്നറിയോ റെയിൽവേ സ്റ്റേഷൻ വന്ന്. മുൻപ് ജയകൃഷ്ണൻ സാറിനൊക്കെ ഓർമ്മ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ സർവീസ് തുടങ്ങിയ സമയമായിരിക്കും. 40-40 വർഷം മുമ്പാണ് ഇന്ത്യയിൽ രാജധാനി എക്സ്പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. രാജധാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചരിക്കുന്ന കൊട്ടാരമാണ് എന്നാണ് അന്ന് വിശേഷിപ്പിച്ചത്. എത്ര വർഷം മുമ്പാണ് നിങ്ങൾ ആലോചിക്കണം. 40-45 വർഷം മുമ്പ് ഇന്ത്യൻ റെയിൽവേയിൽ എയർ കണ്ടീഷൻ ചെയ്ത ഫസ്റ്റ് AC, സെക്കൻഡ് AC, 3 ടയർ AC എല്ലാം കൂടെ വരുന്നത് രാജധാനി എക്സ്പ്രസ് ആണ്. യു റിമെമ്പർ ദാറ്റ്? രാജധാനി എക്സ്പ്രസ് വരുന്നത് കാണാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ ടിക്കറ്റ് എടുക്കാനില്ല, ആൾക്കാർ കാണാനാണ് വന്നിരുന്നത്. അതിനുശേഷം വന്ന പല ട്രെയിനുകളുണ്ട്. ഞാനിവിടെ ജയകൃഷ്ണൻ സാറിനോട് ചോദിക്കുകയായിരുന്നു, നമുക്ക് വ്യത്യസ്തമായ പിന്നെയാണ് ശതാബ്ദി എക്സ്പ്രസ്. അതും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. യാത്ര വളരെ സുഖകരമായ ശതാബ്ദി എക്സ്പ്രസ് വന്നത്. ഗരീബ് രഥ് പാവപ്പെട്ടവർക്കും, ലല്ലു പ്രസാദ് യാദവിൻ്റെ കാലത്താണ് പാവപ്പെട്ടവർക്കും AC യാത്ര ചെയ്യണമെന്ന് പറഞ്ഞ് ഫുൾ AC ആയിട്ടുള്ള ട്രെയിൻ, മനോഹരമായ ചിത്രങ്ങളും അതുപോലെ പെയിൻ്റൊക്കെ അടിച്ച് അകത്തും അതിലേറെ ആകർഷകരമായിട്ടുള്ള ഗരീബ് രഥ് വന്നത്. ഞാൻ പറഞ്ഞു ഘട്ടം ഘട്ടമായി റെയിൽവേയിലുണ്ടായ മാറ്റങ്ങളാണ്. പിന്നെയാണ് തേജസ് എക്സ്പ്രസ് വന്നത്. അത് ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. അതിവേഗത്തിൽ യാത്ര ചെയ്യുന്ന തേജസ് എക്സ്പ്രസ് വന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും വന്ന മാറ്റം. ഞാൻ ഷൊർണൂർക്കാരനാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് കരിയഞ്ചിനാണ്. നിങ്ങൾക്കറിയാം, സ്റ്റീം ലോക്കോ ഷെഡാണ്. അവിടെ ഷൊർണൂരുണ്ടായ 10-2000 തൊഴിലാളികളുണ്ടായിരുന്ന സ്റ്റീം ലോക്കോ ഷെഡ് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഷൊർണൂരാണ്. ഇപ്പോൾ സ്കൂളിലേക്ക് ഞങ്ങൾ വെള്ള ഷർട്ടിട്ട് പോയാൽ സ്കൂളിലെത്തുമ്പോഴേക്കും ഞങ്ങളുടെ ഷർട്ടൊക്കെ കരിയായിട്ടുണ്ടാവും. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് വഴക്കാണ്. ഞങ്ങൾ എവിടെയൊക്കെയോ കളിക്കാൻ പോയി അങ്ങനെ ചളിയൊക്കെ ആക്കി വന്നാൽ റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് വേണം ഗവൺമെൻറ് ഹൈസ്കൂൾ ഗണേഷ് ഗിരി. നിങ്ങൾക്ക് പലർക്കും അറിയുണ്ടാവും, അവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കരിയവും, ക്ലാസ് ചെന്നാൽ അധ്യാപകരുടെ ചീത്ത, വീട്ടിൽ ചെന്നാൽ വീട്ടുകാരുടെ ചീത്ത. ഞങ്ങളൊന്നും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടല്ല, പക്ഷെ ആ പരിസരത്ത് കൂടെ ഒരു ട്രെയിൻ പോയാൽ ഞങ്ങളുടെ ദേഹത്തൊക്കെ കരിയാവും. അങ്ങനെ കരിയഞ്ചിനോടിയിരുന്ന ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. പിന്നീട് അത് ഡീസലൈസേഷൻ വന്നു, ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി. പിന്നെ ഇലക്ട്രിഫിക്കേഷൻ വന്നു, ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി. അങ്ങനെ റെയിൽവേ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഓരോ പടികളും ഇങ്ങനെ കടന്നു വരികയാണ്. ഇന്നിപ്പോൾ വന്ദേ ഭാരത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിനു മുമ്പ് വന്ന മഹത്തരമായ ട്രെയിനുകളുണ്ട്. ആ ട്രെയിനുകളൊക്കെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ജനപ്രിയ ട്രെയിനുകളായിട്ട് മാറിയിട്ടുണ്ട്. ഇനി പാലക്കാട് ഇപ്പോൾ ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് വരുന്നത്. ഞാൻ ചോദിച്ചു നേരത്തെ, ഇപ്പോൾ പാലക്കാട് സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ എണ്ണം എത്രയാണ്? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഞാൻ അന്വേഷിച്ച് അറിഞ്ഞു, 140-ലധികം ട്രെയിനുകളാണ് ഒരു ദിവസം നമ്മുടെ പാലക്കാട് റെയിൽവേ ജംഗ്ഷനിലൂടെ സർവീസ് നടത്തുന്നത്. അത് ഉത്തരേന്ത്യയിലേക്കും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയുടെ പല ഭാഗത്തേക്കും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും റൂറൽ ഏരിയയിലേക്കും പഴനിയിലേക്ക് പോകുന്നു, ദിണ്ടിക്കലിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം പല 4 വഴിക്കും പോകുന്നു, നിലമ്പൂരിലേക്ക് പോകുന്നു. അങ്ങനെ കൊച്ചി ഭാഗത്തേക്ക്, മംഗലാപുരം ഭാഗത്തേക്ക് എല്ലാം നമുക്ക് ആവശ്യത്തിന് ട്രെയിനുകളുണ്ട്. 140 ട്രെയിനുകളാണ്. പക്ഷെ മുൻകാലത്തുണ്ടായിരുന്ന അത്ര വികസനം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. കാരണം റെയിൽവേയിലെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്, യാത്രക്കാരുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപാതകം നടത്താൻ വളരെ ആസൂത്രിതമായി ശ്രമം നടന്നു. ഒരുപാട് ആളുകൾ ട്രെയിനിനെ കവർച്ചയ്ക്കും അതുപോലെ പിടിച്ചുപറിക്കുള്ള വേദിയാക്കുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ റെയിൽവേ പോകുന്നത്. സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചു, റെയിൽവേ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചു. ഈ റെയിൽവേയുടെ അനുസ്യൂതമുള്ള യാത്രയ്ക്ക് ഇപ്പോൾ വിഘാതം സൃഷ്ടിക്കുന്നത് ജീവനക്കാരുടെ കുറവും സുരക്ഷിതത്വമില്ലായ്മയാണ്. ഇപ്പോൾ പലരും ഭയപ്പെടുകയാണ്, ട്രെയിനിൽ അസമയത്തൊക്കെ യാത്ര ചെയ്യാൻ ഭയപ്പെടുന്നു. ആ ഒരു അവസ്ഥ മാറണം. അധികാരികൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന നിയമനം അത് നിരോധനമാക്കി മാറ്റി ആ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചു. പ്രത്യേകിച്ച് സെക്യൂരിറ്റി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രെയിനിൻ്റെ സുരക്ഷിതത്വം പരിശോധിക്കാനുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു, ക്ലീനിങ് സ്റ്റാഫുകളുടെ എണ്ണം കുറഞ്ഞു, പലതും കോൺട്രാക്ട് കൊടുത്തു, ആർക്കും ഉത്തരവാദിത്തമില്ലാതായി. അങ്ങനെ ഒരു അരക്ഷിതമായ അവസ്ഥയുണ്ട്. 140 ട്രെയിൻ ഓടുന്ന നമ്മുടെ പാലക്കാട് കഴിഞ്ഞ 10 വർഷത്തിനകം 8-9 ട്രെയിനുകളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. മാക്സിമം 10, അതിൽ കൂടുതൽ വന്നിട്ടില്ല. അപ്പോൾ 130 ട്രെയിനും
10 വർഷം മുമ്പെയാണ് സർവീസ് നടത്തിയിരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ 10 വർഷം കൊണ്ട് 10 ട്രെയിൻ മതി. അത് കൊല്ലത്തിൽ ഒരു ട്രെയിനെ ആനുപാതികമായിട്ട് കണക്കാക്കിയേ പുതുതായിട്ട് വന്നിട്ടുള്ളൂ. നമുക്ക് സുരക്ഷിതമായ പാതകൾ ഉണ്ടാകണം. ഇപ്പോൾ ഉള്ള പല ലെവൽ ക്രോസുകളുണ്ട്, അതിനാവശ്യമായ ഫണ്ട് ഉണ്ടാകണം. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള റെയിൽവേ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകണം. ആധുനികവൽക്കരണം വരണം. ആവശ്യക്കാർക്ക് നമുക്കറിയാം, ഇപ്പോൾ എക്സ്പ്രസ് ട്രെയിനുകളായപ്പോൾ, സൂപ്പർ ഫാസ്റ്റുകളായപ്പോൾ വളരെ അത്യാവശ്യമുള്ള സ്റ്റോപ്പുകൾ പോലും റെയിൽവേ ബോർഡ് അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷമായി ഏറ്റവും വലിയ ഡിമാൻഡാണ് ഒറ്റപ്പാലത്ത് നമ്മുടെ ബാംഗ്ലൂർ കൊച്ചി ഇന്റർസിറ്റി നിർത്തുക എന്നുള്ളത്. DRM പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഒറ്റപ്പാലം പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. 10-12 കോടി രൂപ മുതൽ മുടക്കി റിനോവേഷൻ അമൃത് ഭാരത് പദ്ധതി നടക്കുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ 14 കോടിയോളം ചെലവഴിച്ച് അവിടെയും റിനോവേഷൻ നടക്കുകയാണ്. ഈ റിനോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തുള്ള മോടി പിടിപ്പിക്കലല്ല വേണ്ടത്. പുറത്തുള്ള മോടി പിടിപ്പിക്കലാണ് ഇപ്പോൾ ഈ 14-13 കോടിക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് കയറിയാൽ പ്ലാറ്റ്ഫോം വളരെ മോശമായ സ്ഥിതിയിലാണുള്ളത്. വളരെ മോശം പ്ലാറ്റ്ഫോമുകളാണ്. അവിടെ നമുക്ക് ബാത്റൂം സൗകര്യമില്ല, ടോയ്ലറ്റ് സൗകര്യമില്ല. ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ അറ്റത്താണ് 2-3 പ്ലാറ്റ്ഫോമിലാണ്. 7 പ്ലാറ്റ്ഫോമുള്ള ഷൊർണൂരിൽ പലതും ആസ്പെറ്റോ ഷീറ്റൊക്കെ പൊളിഞ്ഞു വീഴാറായിരിക്കുക. പുറത്ത് മോടി പിടിപ്പിച്ചു, പക്ഷെ അകത്ത് യാത്രക്കാർക്കാണ് സൗകര്യം വേണ്ടത്. കാണാൻ ചന്തം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് വേണം? അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രോജക്റ്റ് ഒന്നും കൂടിയും അത് പരിശോധിക്കണം. 14-13 കോടി രൂപ ചെലവഴിച്ച് ജനങ്ങൾക്ക് പ്രയോജനമില്ല. കാണാൻ നന്നായിട്ട് കാര്യമില്ല, പുറത്തൊക്കെ നല്ല ഭംഗിയാണ്. അകത്ത് കയറിയ പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകളും അവിടെ ഉള്ള ടൈലുകളും എല്ലാം പൊളിഞ്ഞു കിടക്കുക. അപ്പം അവിടുത്തെ ആ സൗകര്യങ്ങളാണ് നമുക്ക് കൂട്ടേണ്ടത്. യാത്രക്കാരുടെ അമ്യൂണിറ്റിയാണ് പ്രധാനമായിട്ടുള്ളത്. അതിനാണ് സ്റ്റേഷൻ്റെ ഡെവലപ്മെൻറ്റ്. കാണാൻ ഭംഗി പിടിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പം അതിൻ്റെ അകത്തുള്ള പ്രവൃത്തി ഒറ്റപ്പാലും പാലക്കാടും പ്രത്യേകമായിട്ട് DRMഉം ടീമും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരുപാട് പരാതികളുണ്ട്. അത് പരിഹരിച്ച് പ്ലാറ്റ്ഫോമുകൾ നവീകരിക്കാനും, റൂഫില്ലാത്തടത്ത് റൂഫ് ഉണ്ടാക്കാനും, ബാത്റൂമും ടോയ്ലറ്റും ഇല്ലാത്തടത്ത് ടോയ്ലറ്റ് ഉണ്ടാക്കാനും സൗകര്യം ചെയ്തു കൊടുക്കണം. ആ യാത്രക്കാരുടെ ആവശ്യങ്ങൾ അത് കൃത്യമായിട്ട് പരിഗണിക്കണം. ഞാൻ റെയിൽവേ ബോർഡിനും റെയിൽവേ മന്ത്രിയോടും നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുക. അതുപോലെ ഇപ്പോൾ ഈ ഇന്റർസിറ്റി പോകുന്നു, തൃശ്ശൂർ വിട്ട പാലക്കാട് നിർത്തുക. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരുപാട് യാത്രക്കാരുണ്ട്. അവർക്ക് വേണ്ടിയെങ്കിലും എറണാകുളം ബാംഗ്ലൂർ ഇപ്പോൾ നിലവിലോടുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ്സിന് ഒറ്റപ്പാലത്ത് ഒരു സ്റ്റോപ്പ് വേണം. 150 കിലോമീറ്ററിനിടയിൽ ഒരു സ്റ്റോപ്പ് എന്നുള്ളത് ദീർഘകാലത്തെ ആവശ്യമാണ്. അപ്പോൾ ഒരു എക്സ്പെരിമെന്റൽ സ്റ്റോപ്പ് എന്നുള്ള നിലയ്ക്കെങ്കിലും പരിഗണിക്കാമെന്ന് കഴിഞ്ഞ DRMന്റെ GMന്റെ മീറ്റിങ്ങിൽ എനിക്ക് ഉറപ്പ് തന്നു. പക്ഷെ ഇന്ന് വരെ അത് പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, ജനങ്ങളുടെ പണമാണ്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരുള്ളത് എന്ന് റെയിൽവേക്ക് ഒരു ഓർമ്മ വേണം. കേരളത്തിന് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വികസനമൊന്നും കിട്ടിയില്ലെങ്കിലും കിട്ടുന്ന വികസനം വളരെ സന്തോഷപൂർവ്വം വളരെ വിശാലമായി ഞങ്ങൾ സ്വീകരിക്കും. എല്ലാ ട്രെയിനുകളും യാത്രക്കാർ ഫുള്ളാണ്. ഇപ്പോഴത്തെ റോഡിൻ്റെയൊക്കെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് കേരളത്തിൽ ഏറ്റവും സുഖകരമായ യാത്ര ട്രെയിൻ തന്നെയാണ്. പക്ഷേ ആവശ്യത്തിനുള്ള സ്റ്റോപ്പുകൾ അത് ലിമിറ്റ് ചെയ്തിട്ട് കൂടുതൽ ടിക്കറ്റും കൂടുതൽ ഡിമാൻഡുള്ള സ്ഥലത്ത് പരിഗണിക്കണമെന്നും ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം അത് ത്വരിതപ്പെടുത്തണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കഴിഞ്ഞ ഈ വരുന്ന ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് 3ാം തവണ പറഞ്ഞ പാലക്കാട് പിറ്റ് ലൈൻ പദ്ധതി അത് പൂർത്തീകരിച്ചിട്ടില്ല. 60-70% ആയിട്ടുള്ളൂ. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കണം. ഇപ്പൊ പറയുന്നത് മാർച്ചിലാണ് പൂർത്തീകരിക്കുന്നു പറയുന്നത്. പാലക്കാട്